ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടീനെ വിളിച്ചിട്ട് നേരെ പോകുന്നത് അലീന വേറെ എങ്ങോട്ടേക്കും അല്ല, രോഹിത്തിന്റെ റൂമിലേക്കാണ്. അങ്ങനെ ഒരു പ്ലേറ്റ് കഞ്ഞിയൊക്കെ ആയിട്ട് രോഹിത്തിന്റെ റൂമിലേക്ക് പോവുകയാണ്. ഒന്നും കുടിക്കുന്നില്ല രോഹിത്. ആകെയുള്ളൊരു പ്രതീക്ഷയാണ് ഇതുമെങ്കിലും കുടിക്കുമെന്ന്. അപ്പൊ മനസ്സിൽ അലീന കരുതുന്നുണ്ട്, എന്റെ ദൈവമേ ഇതെങ്കിലും അവനൊന്ന് കുടിച്ചാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ടാണ് നേരെ സ്റ്റെയർ കയറി പോകുന്നത്. അങ്ങനെ സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നു നമ്മുടെ രോഹിത്തിന്റെ അടുത്തേക്ക്. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ കൃഷ്ണമോള് കണ്ടു. കൃഷ്ണമോള് ചോദിച്ചു, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അലീന ചേച്ചി? ഇത് വെറുതെ അല്ലേ ഇപ്പൊ അലീന ചേച്ചി കൊണ്ടുപോയി അവിടെ വെക്കുന്നത്? ഇതെല്ലാം വേസ്റ്റ് ആക്കുമല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വേസ്റ്റ് ആയാലും കുഴപ്പമില്ല മോളെ, ഇനിയിപ്പൊ അവനൊന്ന് കഴിക്കാൻ തോന്നി കഴിക്കുവാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണല്ലോ. അവന് കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഒന്ന് കഴിക്കട്ടെ, കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മൾ അവനെ നിർബന്ധിക്കേണ്ട, അവനെ കമ്പൽ ചെയ്യണ്ട. പക്ഷെ അവൻ കഴിക്കുവാണെങ്കിൽ കഴിച്ചോളൂല്ലേ. അപ്പൊ നമുക്ക് ഇത് കൊണ്ട് കൊടുത്ത ആ ഒരു സമയം വേസ്റ്റ് ആക്കി കളഞ്ഞെന്നോർത്ത് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ ഫുഡ് വേസ്റ്റ് ആയാലും കുഴപ്പമില്ല, എനിക്കിത് കൊണ്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന ചേച്ചി എത്ര കിട്ടിയാലും പഠിക്കത്തില്ലല്ലോ. ചേച്ചി അങ്ങോട്ടേക്ക് ചെല്ല്, ഇന്നും അവൻ എന്തെങ്കിലും ഏട്ടൻ എന്തെങ്കിലും പാത്രം എറിഞ്ഞു പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നു പറഞ്ഞപ്പോഴത്തേക്കും അത് സാരമില്ലെന്നേ, അവൻ എറിഞ്ഞു പൊട്ടിക്കട്ടെ, അവന് ദേഷ്യമുണ്ട്, അവൻ എറിഞ്ഞു പൊട്ടിക്കുകയും അവന്റെ ദേഷ്യമൊക്കെ തീരുന്നവർ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഏതായാലും ഒരു ദിവസം അവന്റെ ദേഷ്യം തീരുമല്ലോ, അതുവരെ അവന്റെ ദേഷ്യം കാണാനും സഹിക്കാനും ഒക്കെ ഞാൻ തയ്യാറാന്ന് പറഞ്ഞപ്പോ ചേച്ചി മാത്രമേ, അതായത് അലീന ചേച്ചി മാത്രമേ ചേച്ചിനെ പോലെ ഉള്ളൂ, വേറെ ആരും ചേച്ചിനെ പോലെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ സഹിക്കാനും ഇതുപോലെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ക്ഷമിക്കാനും ചേച്ചിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അലീന ചേച്ചി കയറി ചെല്ലാൻ പറഞ്ഞ അലീനെ അങ്ങനെ ആ ഒരു പ്ലേറ്റ് കഞ്ഞിയൊക്കെ ആയിട്ട് നേരെ കയറി ചെല്ലുമ്പോഴത്തേക്ക് രോഹിത് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇങ്ങനെ പതുക്കെ എടാ മോനെ രോഹി രോഹി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും രോഹിത് കണ്ണു തുറന്നിട്ട് എന്താ എന്താ വേണ്ടത് നീ ചോദിച്ചപ്പം, അത് പിന്നെ നിന്റെ അസുഖം മാറിയോ, പനിക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൈ പിടിച്ച് വീണ്ടും അങ്ങോട്ട് വലിച്ചെറിഞ്ഞു കേട്ടോ. എന്താ മോനെ നീ കാണിക്കുന്നത്, പനി ഉണ്ടോന്ന് നോക്കട്ടെ പിന്നെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കൊന്ന് സ്വൈര്യം തരുമോ, ദയവ് ചെയ്ത് ഈ റൂമിലേക്ക് വരാതിരിക്കുവോ, അല്ല മോന് ഒന്ന് കഴിക്കുന്നില്ലേ? അതെ, ആന്റിബയോട്ടിക് എടുക്കുന്നതാ. അപ്പൊ പിന്നെ ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെയാ മോനെ ശരിയാവുന്നത്? എനിക്കിപ്പോ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ എന്റെ തൊണ്ടേന്ന് താഴേക്ക് ഒന്നും ഇറങ്ങത്തില്ല, എനിക്കൊന്നും വേണ്ട. മോനെ അങ്ങനെ പറയരുത് മോനെ, ഞാനിത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് കൊണ്ടൊന്നും അല്ല, നിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയെങ്കിലും ഒരു വറ്റ് ചോറ് അതെങ്കിലും നീ ഒന്ന് കഴിക്ക്. ഞാൻ എന്ത് തെറ്റാ മോനെ നിന്നോട് ചെയ്തത്? ഞാൻ എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ടോ? സത്യം പറയാലോ, നിന്റെ ഈ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നുക, നിന്നെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നുക, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാന് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്, നീ എന്തെങ്കിലും ഒന്ന് ഒരു വറ്റ ഇറക്കിയിരുന്നെങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടിയേനെ. പക്ഷെ നീ ഒന്നും കഴിക്കുന്നില്ല, എനിക്ക് എന്താണെന്നറിയത്തില്ല മോനെ, സഹിക്കുന്നില്ല നീ ഇങ്ങനെ കിടന്നിട്ട്, നിന്റെ ഈ വിഷമം കണ്ടിട്ടേ ഈ ചേച്ചിക്ക് സഹിക്കുന്നില്ല എന്ന്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്തിന്റെ മനസ്സൊന്ന് പതറിയോ എന്നൊരു ചെറിയൊരു സംശയം. രോഹിത് പെട്ടെന്ന് അലീനയുടെ മുഖത്തേക്കൊക്കെ നോക്കിയപ്പോൾ അലീനയുടെ മുഖം ചുമന്ന് തുടുത്ത്, അതുപോലെ കണ്ണീന്നൊക്കെ കണ്ണീരൊക്കെ ഇറ്റിറ്റിറ്റ് വീഴാണ്. അപ്പോഴത്തേക്കും തന്നെ രോഹിത്തിന് എന്തോ ഒരു സോഫ്റ്റ് കോർണർ വന്നെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അലീന വീണ്ടും കരയാണ്. മോനെ പ്ലീസ് മോനെ, ഇതെങ്കിലും മോനൊന്ന് കുടിക്കുക, ഒരു ഒറ്റ ചോറ് മോന്റെ വയറ്റിൽ ചെല്ലട്ടെ, ഇതെങ്കിലും മോനൊന്ന് കുടിക്കുക പ്ലീസ്. നീ കാല് പിടിക്കാം, ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷിക്കുക, ഇതെങ്കിലും മോനൊന്ന് കഴിക്കുക, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ, നിന്നോട് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് പതുക്കെ വാ തുറക്കാൻ തുടങ്ങി കേട്ടോ. അലീനയ്ക്ക് തന്നെ ഒരു അതിശയമായി പോയി, അലീനയ്ക്കല്ല നമുക്ക് തന്നെ ഒരു അതിശയമായി പോകും. അതുപോലെ പതുക്കെ വാ പൊളിച്ചപ്പോഴത്തേക്കും അലീന പെട്ടെന്ന് ആ കഞ്ഞി എടുത്ത് ഒരു വായ്ക്കകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ആ കിട്ടിയ സമയം, അതായത് രോഹിത്തിന്റെ ആ ഒരു മനസ്സ് വീണ്ടും പതറി ആ ഒരു മനസ്സ് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ പറ്റിയാൽ അത് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണല്ലോ അലീനയ്ക്ക്. അങ്ങനെ 2 3 4 ദിവസം കൂടിയാണ് നമ്മുടെ രോഹിത് ആ ഒരു ഭക്ഷണം തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നത്. അങ്ങനെ പതിയെ രോഹിത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, എനിക്ക് ഒരുപാട് സന്തോഷമായി മോനെ, ഒരുപാട് സന്തോഷമായി ചേച്ചിക്ക്. കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോഴും നീ കഴിക്കുന്ന ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. ഈ റൂമിലേക്ക് കയറി ഞാൻ വരുമ്പോഴും മോന് ഈ ഭക്ഷണം കഴിക്കുന്ന
ഒരു യാതൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. പക്ഷെ നീ ഇത് കഴിച്ചല്ലോ, ചേച്ചിക്ക് സന്തോഷമായി, ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി മോനെ. നീ ഇനി ഇങ്ങനെ ചോറ് കൊണ്ടുവരുമ്പം, ഭക്ഷണം കൊണ്ടുവരുമ്പോ നീ ഇങ്ങനെ കഴിക്കണം. എന്തിനാ മോൻ സങ്കടപ്പെട്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാ മോൻ സങ്കടപ്പെട്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാ മോന്റെ ജീവിതം കളയുന്നത്? അതെ, ഇവിടെ ആർക്കും വേണ്ടി മോന്റെ ജീവിതം കളയരുത്. ഇവിടെ ആർക്കും മോനോട് ഒരു ദേഷ്യവും വിരോധവും ഇല്ല. മോന് സന്തോഷിക്കുന്നതും മോന് ദേ ഇതിലിറങ്ങി നടക്കുന്നതും ആ പഴയ രോഹിത് ചുറുചുറുക്കോട് കൂടി ഓടി നടക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടിയല്ലേ അച്ഛനാണെങ്കിലും ദേ നിന്റെ അനിയത്തിമാരൊക്കെ ആണെങ്കിലും നോക്കിയിരിക്കുന്നത്. അതും മോനൊന്ന് ഓർത്ത് നോക്കിയേ. ദേ കഴിഞ്ഞു പോയ കാര്യം ഒന്നും ഇനി ചിന്തിച്ചിട്ട് യാതൊരു ഇതും ഇല്ല. അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ മോൻ. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇനി വരാനിരിക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കുക. മാത്രമല്ല മോനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ നോക്കുക. ആ പഴയ രോഹിത്തിനെ പാടെ എടുത്തു കള. നീ അല്ല ഇതൊന്നും ചെയ്തത്, നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ആ ദുഷ്ടൻ ഹരിയുടെ കൂട്ടുകാരും ഒക്കെ ചേർന്ന്. ഒരിക്കലും ബാലചന്ദ്രന്റെ മകൻ ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് സമൂഹത്തിന് അറിയാം. അവർക്ക് കാണിച്ചു കൊടുത്തവനാണ് നീ. അതുകൊണ്ട് തന്നെ നീ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഹീറോയാ. കാരണം ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുന്നത് നീ കൺമുമ്പിൽ കണ്ടിട്ടും അത് നീ അവര് നിർബന്ധിച്ച് നീ അത് ചെയ്യാതെ നീ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നീ അത്രയ്ക്ക് നല്ലവനാ. നിനക്ക് എല്ലാവരോടും ഒരു ദയയും കരുണയും ഒരു ആത്മാർത്ഥതയൊക്കെ ഉണ്ട് മോനെ. അതുകൊണ്ട് തന്നെയാ മോന്റെ മനസ്സ് അങ്ങനെ ആയത്. അത് എല്ലാവരും കാണും ഒരു ദിവസം. അതുകൊണ്ടാ പറഞ്ഞത് ഇങ്ങനെ ചടഞ്ഞു കൂടി കിടക്കരുത്. ആ പഴയ രോഹിത്തല്ല, പഴയ രോഹിത്ത് ഒരിക്കലും തിരിച്ചു വരാന് അലീന പറയില്ല. രോഹിത്തിന്റെ ആ ഒരു ചുറുചുറുക്കും ആ ഒരു പഴയ ആ ഒരു പ്രസരിപ്പും ഒക്കെ തിരിച്ചു കിട്ടിയേ പറ്റൂ എന്ന് നമ്മുടെ അലീന ഇങ്ങനെ പറഞ്ഞ് പതുക്കെ ആ ഒരു ചോറൊക്കെ വാരി കൊടുത്തിട്ട് കിറിയിലിരിക്കുന്ന ആ ഒരു ചോറും മറ്റൊക്കെ ഇങ്ങനെ പതുക്കെ തുടച്ച് നമ്മുടെ അലീന രോഹിത്തിനെ തന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമായിട്ട് രോഹിത്തിനല്ല നമ്മുടെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ അലീന താഴേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണമോള് എന്തു പറ്റി? പാത്രത്തിന്റെ ഒച്ചയൊന്നും കേട്ടില്ലല്ലോ. എന്താ, എടുത്തെറിയുകയും പൊട്ടിക്കുകയോ ഒന്നും ചെയ്തില്ലേ? ഇല്ല കൃഷ്ണമോളെ, എടുത്തെറിയോ പൊട്ടിക്കുകയോ ഒന്നും ചെയ്തില്ല. അവനെ ഭക്ഷണം കഴിച്ചു. രോഹിത്തേട്ടൻ ഭക്ഷണം കഴിച്ചെന്നോ? എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. വിശ്വസിച്ചേ പറ്റൂ. അവൻ ഭക്ഷണം കഴിച്ചു. ഞാൻ കൊടുത്ത കഞ്ഞി ഒരു 3/4 ഭാഗത്തോളം അവൻ കുടിച്ചു. അയ്യോ, ഇത് വലിയൊരു അതിശയം തന്നെ ആയി പോയല്ലോ. പിന്നെ അലീന ചേച്ചിയല്ലേ മേളിലേക്ക് പോയത്. അതിശയമൊക്കെ നടക്കുന്ന എനിക്ക് അറിയാം, എങ്കിലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. സമാധാനം ആയല്ലോ ചേച്ചി, ഇച്ചിരിയെങ്കിലും ആഹാരം കഴിച്ചല്ലോ. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ എനിക്കും അതാ ഒരു മനസ്സിനൊരു ആശ്വാസം. കുറച്ചെങ്കിലും മറ്റ് കഴിച്ചല്ലോ അവന്. എത്ര ദിവസം കൂടിയാ ഭക്ഷണം കഴിക്കുന്നത്. ഇനി ഏതായാലും ഒത്തിരി ശല്യം ചെയ്യാനൊന്നും പോകണ്ട അവന്റെ ഇഷ്ടം പോലെ അവിടെ ആ റൂമിൽ ഇരിക്കട്ടെ. പതുക്കെ അവന് റിക്കവർ ആയിട്ട് വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് അലീന പോവാ. ഈ സമയത്ത് നമ്മുടെ വൈജ വന്നിട്ട് എന്താടി കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് പിന്നെ രോഹിത്തേട്ടനെ ഭക്ഷണം കഴിച്ചെന്ന്, കുറച്ച് ചോറ് കഴിച്ചെന്ന്. ആണോ? അവന് ഞാൻ വന്നത് സന്തോഷമായി കാണും, അതായിരിക്കും അവൻ ഭക്ഷണം കഴിച്ചത്. ഓ പിന്നെ അമ്മ വന്നതിന്റെ സന്തോഷം. അതെന്താടി ഞാൻ വന്നതിന്റെ സന്തോഷം അവനില്ലേ? അമ്മ വന്നതിന്റെ സന്തോഷം രോഹിത്തേട്ടന് പോയിട്ട് ബബിതേച്ചിക്ക് പോലും ഇപ്പൊ ഇല്ല. ബബിതേച്ചി വരെ അമ്മേനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയില്ലേ? ഇനിയെങ്കിലും അമ്മയ്ക്ക് മാറിക്കൂടെ? ഓഹോ, അപ്പൊ അവളും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എന്നുള്ള കാര്യം ശരി തന്നെയാണല്ലേ? ഇപ്പൊ അവക്കും എന്നെ കണ്ണിന് കണ്ടൂടല്ലേ? എങ്ങനെ കണ്ണിന് കാണും? അമ്മയുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റിവെക്കമ്മേ. അപ്പൊ പിന്നെ എല്ലാവർക്കും അമ്മയുടെ പഴയ സ്നേഹം ഉണ്ടാകും. ഈ സ്വഭാവമായിട്ട് മസിലും പിടിച്ചിട്ട് വൈജയാണ് വലിയവള്, വൈജയാണ് എന്തോ വലിയ സാധനം കണ്ടുപിടിച്ചവളെന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാകുമോ? ഒരിക്കലും ശരിയാവില്ല. അച്ഛനോട് ഒന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കത്തില്ലേ അമ്മയ്ക്ക്? അയ്യോ, നിന്റെ അച്ഛനോട് സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ പറ്റിയ ടീമാണല്ലോ. എടി, അങ്ങേര് കാണിച്ചു വെച്ച വൃത്തികേടിന് ഞാൻ സ്നേഹത്തോടു കൂടി സംസാരിക്കണം അല്ലെ? ആരാ വൃത്തികേട് കാണിച്ചു വെച്ചതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പുറപുറത്തപ്പോഴത്തേക്കും നമ്മുടെ വായിച്ചു ചോദിച്ചു, എന്താടി നീ പുറപുറുക്കുന്നത്? ഒന്നുമില്ല. അച്ഛൻ വൃത്തികേട് കാണിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്നെങ്കിൽ ഞാൻ പറഞ്ഞതാ. അമ്മയുടെ കാര്യം നോക്കുക. അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യ. വെറുതെ അലീന ചേച്ചിയുടെ മെക്കിട്ട് കയറാൻ നിൽക്കരുത്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. വെറുതെ അച്ഛന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. അങ്ങനെ അച്ഛന്റെ വായിലിരിക്കുന്ന കേൾക്കണമെന്നുണ്ടെങ്കിലും അലീന ചേച്ചിയുടെ മെക്കിട്ട് എന്ന് കയറിക്കോ. ഇല്ലെങ്കിൽ ഏതേലും മൂലയ്ക്ക് പോയിരിക്കുക. നീ എന്നെ മൂലയ്ക്ക് ഒതുക്കി കൂട്ടാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? മക്കളും അപ്പനും ഒക്കെ ചേർന്നിട്ട് എന്നെ ഒരു മൂലയ്ക്ക് ഒതുക്കി കൂട്ടണ്ട. പറഞ്ഞു
ഒന്നെങ്കിൽ 4 ദിവസം. അതിൽ കൂടുതലൊന്നും വൈജി ഇവിടെ തങ്ങാൻ പോകുന്നില്ല. വൈജയുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ വൈജ ഈ വീട്ടിൽ നിന്ന് പോയിരിക്കും. ആരുടെ ഔദാര്യത്തിന്റെ വായിച്ചയ്ക്ക് ഇവിടെ കഴിയേണ്ട കാര്യമില്ലടി, അതിന്റെ ആവശ്യം ഒട്ടുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത വന്നിട്ട്, എന്താ അമ്മ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കൂടി, ഞാൻ വഴക്കുണ്ടാക്കും. അപ്പൊ നീയും അവളുടെ ചേരി തിരിഞ്ഞല്ലേ, അവളുടെ കൂടെ ആയല്ലേ നീയും. ഞാൻ ആരുടെയും പക്ഷം തിരിഞ്ഞിട്ടില്ല. അമ്മയും അച്ഛനും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരുടെയും പക്ഷം ഞാനില്ല. ഞാൻ ആരുടെയും പക്ഷം തിരിയത്തില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാലോ. ഓ, എന്നിട്ടാണോടി ഇപ്പൊ അലീനയുടെ കുറ്റം പറയുമ്പോ നിനക്കങ്ങ് ദഹിക്കാത്തത്? എനിക്ക് അലീനയുടെ കുറ്റം പറയുമ്പോ ദഹിക്കാത്തൊന്നുമല്ല. എന്തിനാ വെറുതെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ അവള് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്കിപ്പം പ്രത്യേകിച്ച് ദോഷമൊന്നും തോന്നുന്നില്ലല്ലോ അമ്മേ. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവളല്ലേ. ഇനിയിപ്പൊ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒരാൾ വേണ്ടേ? അയ്യടീ, എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. അയ്യ, ഒരു കുലീന വന്നിരിക്കുന്നു എന്റെ കാര്യം നോക്കാനായിട്ട്. അവളുടെ കുലീനതയും കൊണ്ട് അവൾ അവിടെ ഇരിക്കുള്ളൂ. എന്റെ കാര്യം ആരും നോക്കണ്ട. സ്വന്തമായിട്ടേ ചെയ്യാനുള്ള കെൽപ്പ് ഈ വൈജയ്ക്കുണ്ട്. മക്കളെല്ലാരും കൂടെ പുതിയ ഹോം നേഴ്സിനെ ഈ വൈജയ്ക്ക് കൊണ്ടുപോയി തരികയാണെങ്കിലേ അത് വൈജയ്ക്ക് ആവശ്യമില്ല. മക്കളെല്ലാം കൂടെ ഒന്നു ചേർന്ന് നിങ്ങളുടെ അപ്പന്റെ കൂടെ അങ്ങ് ജീവിച്ചോ. എനിക്കേ ഇപ്പൊ സമയമില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ് വൈജ അങ്ങോട്ട് പോയിട്ടോ. ഈ സമയത്ത് കൃഷ്ണമോള് എന്ത് ചെയ്യാനാ, അമ്മയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നേരെയാകത്തില്ല. അതിന് കാരണം എന്താ? അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നടക്കുകയല്ലേ. ഓ, ഇത് ഇറങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോൾ അങ്ങ് പോയിട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവിനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മനു നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് വരികയാണ്. വൈജയനെ കാണണം, സംസാരിക്കണം. വൈജയുടെ കുറിച്ച്, അതായത് വൈജയനെ എങ്ങനെയെങ്കിലും അവിടെയൊക്കെ നിർത്തണമല്ലോ. അപ്പൊ ഒന്ന് ഉപദേശിച്ചിട്ടൊക്കെ വിടാം എന്നൊക്കെ ഓർത്തിട്ട് തന്നെയാണ് നമ്മുടെ മനു വരുന്നത്. അങ്ങനെ മനു വന്നതും അലീന വാതിൽ തുറന്നതും അലീന, ഇതാരും മനുവേട്ടനോ? ഞാൻ തന്നെ അടി. അല്ല, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? നിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ പോകുന്നു? ട്രീറ്റ്മെന്റോ? എനിക്കതിനൊരു അസുഖമില്ലല്ലോ മനുവേട്ട. അല്ലല്ല, നീയാണല്ലോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് രോഹിത്തിന്. അവന്റെ മനസ്സിന് വല്ല മാറ്റവും ഉണ്ടോ, അതോ പഴയ അവസ്ഥയിൽ തന്നെ തുടരുകയാണോ? ഓ, അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാല് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. എങ്ങനെ മാറ്റം ഉണ്ടാകാതിരിക്കും? നീയല്ലേ ശുശ്രൂഷിക്കുന്നത്, അപ്പൊ പിന്നെ മാറ്റം ഉണ്ടാവുമല്ലോ. അത് പിന്നെ മനുവേട്ട, ഇന്നേ നമ്മുടെ രോഹി കുറച്ച് കഞ്ഞി കുടിച്ചു ഞാൻ കൊടുത്തപ്പോഴേ. അവന് കഞ്ഞി കുടിച്ചോ? ഞാന് ഒരുപാട് നിർബന്ധിച്ചായിരുന്നു. പിന്നെ ലാസ്റ്റേ ഞാൻ ഒരട്ടം അങ്ങോട്ട് എടുത്തു. കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് എന്തോ മനസ്സിലവ് തോന്നിയിട്ടേ കഞ്ഞി കുടിച്ചു. അവൻ പഴയ രോഹിത്തല്ല. അവന്റെ മനസ്സിൽ ഇപ്പൊ നന്മ എന്ത്, അതൊക്കെ തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവായിട്ടുണ്ട് മനുവേട്ട. എനിക്ക് സന്തോഷമായി. അപ്പൊ നീ കരച്ചിലടവെടുത്തിട്ടാണല്ലേ അവനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചത്? ഏതാണെങ്കിലും നന്നായി. കരച്ചിലെങ്കിൽ കരച്ചില്. അവൻ ഭക്ഷണം കഴിച്ചുല്ലോ, അത് തന്നെ ധാരാളം. അതേ മനുവേട്ട, എനിക്ക് ഒരുപാട് സന്തോഷമായി. അവന് ഒരു വറ്റുപോലും അകത്ത് ചെല്ലാതെ കിടക്കുകയല്ലായിരുന്നോ? അവന്റെ ജീവൻ നിലനിൽക്കണ്ടേ? അപ്പൊ എനിക്കൊരു സമാധാനം കിട്ടിയില്ല. പിന്നെ ഞാൻ ചെന്ന് ഒരുപാട് അവനോട് നിർബന്ധിച്ചു, കരഞ്ഞു. അപ്പോഴാ അവൻ ഭക്ഷണം കഴിച്ചത്. ഏതായാലും ഇനിയിപ്പോ അവൻ ഭക്ഷണം കഴിക്കുമായിരിക്കല്ലേ മനുവേട്ട? അലീനെ നീയല്ലേ കൊടുക്കുന്നത്, പിന്നെ കഴിക്കാതിരിക്കുവോ? കഴിക്കുന്നേ, ഉറപ്പായിട്ടും അവൻ കഴിച്ചോളും. ഏതായാലും അവനെ കാണാൻ ഞാൻ പോകുന്നില്ല. ഞാനേ ഇവിടുത്തെ മേഡത്തിനെ കാണാൻ വന്നതാ. എങ്ങനെയുണ്ട് നിന്റെ മേഡം? അത് പിന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാല് പഴയതുപോലെയൊക്കെ തന്നെ. അപ്പൊ ഇപ്പോഴും ചങ്കരൻ തെങ്ങേ തന്നെയാ, താഴെ ഇറങ്ങിയിട്ടില്ലല്ലേ? ഓ, അതിറങ്ങുന്നൊന്നും തോന്നുന്നില്ല മനുവേട്ട. അതൊക്കെ ഇറങ്ങണമെങ്കിലേ ഇമ്മിണി പൊളിക്കും. ഏതായാലും ചെല്ല്. മനുവേട്ടന്റെ കാര്യങ്ങള് മനുവേട്ടന്റെ സൈഡിൽ നിന്നൊന്നും പറഞ്ഞില്ലെന്ന് വേണ്ട. ചെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനുവിനെ നേരെ വൈജയുടെ റൂമിലേക്ക് പറഞ്ഞു വിടണം. അപ്പോഴത്തേക്കും തന്നെ അലീന ചോദിക്കുന്നുണ്ട്, ഭക്ഷണം എന്താ വേണ്ടത്? എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഉച്ചത്തേക്ക് ഇവിടെ ഉണ്ടാവുമോ? എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കിക്കോന്നേ. ഏതായാലും നിന്റെ മേഡം വന്നതല്ലേ, നല്ലൊരു സദ്യ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, സദ്യയോ? ഇടിവെണ്ണേ, ഞാൻ ചുമ്മാ പറഞ്ഞാന്നേ, എനിക്ക് പോണം. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ആ സ്ട്രോങ് ചായയില്ലേ, ആ ചായ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ എപ്പോഴത്തേക്കും ആന്റിയോട് സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ വൈജയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ഏതായാലും വൈജയുടെ റൂമിലേക്ക് ചെല്ലുന്നു. വൈജ മനുവിനെ കണ്ടത്, ഓ നീ എത്തിയോ? ഞാൻ എത്തി ആന്റി. അല്ല ആന്റി എങ്ങനെയാ, ഇവിടെ നിൽക്കുന്നോ അതോ പോകുന്നോ? തീരുമാനം വല്ലതും ഉണ്ടോ? നിന്റെ അച്ഛനും നിന്റെ വലിയച്ഛനും ഒക്കെ കൂടി എന്നെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയല്ലേ. ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ. ഞാൻ എന്ത് തെറ്റാ മനു ചെയ്തത്? ആന്റി ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ആന്റീനെ പോലെ ഒരു ആന്റീനെ പോലെ ഒരു പരിശുദ്ധ ഈ ലോകത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ആന്റി? നീ എന്താടാ എന്നെ കളിയാക്കുവാണോ? പിള്ളേരുടെ കൂടെ എല്ലാം ചേർന്ന് നീയും കൂടെ എന്നെ കളിയാക്ക. അയ്യോ, ഞാൻ കളിയാക്കിയതല്ല. അല്ല, ആന്റിയുടെ വർത്താനം കേട്ടാലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരിശുദ്ധക്കുള്ള അവാർഡ് കിട്ടിയത് ആന്റിക്കാണെന്ന് തോന്നുന്നു. ദേ മനു, നീ എന്തിനാ വന്നത്? ആ, ആന്റീനെ കാണാനാ വന്നത്. എന്തിനാ ആന്റി ഈ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ അങ്ങ് പതുക്കെ എടുത്ത് അങ്ങോട്ട് കളയ്. അതൊന്നും നമുക്ക് വേണ്ട. ഇത്രയും പ്രായമായില്ലേ? എത്രയും പ്രായമായടാ എനിക്ക്. ഇനി പ്രായത്തിന്റെ കണക്ക് പറഞ്ഞ് ഇവിടെ ഒരു ഗുസ്തി വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, മക്കളെ കുറിച്ചെങ്കിലും ഓർത്തിട്ട് ആന്റിയും അങ്കിളും ഒന്ന് സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നോക്ക്. അങ്കിളിന്റെ കാര്യം ഞങ്ങൾക്കറിയാം. അങ്കിൾ അമ്പിലും വില്ലിലും അടുക്കത്തില്ല. അത് പോട്ടെ, അതിന് ന്യായം ഉണ്ടെന്ന് വെക്കാം. അതിനെന്ത് ന്യായമാടാ മനു ഉള്ളത്? നീയും നിന്റെ അച്ഛനും നിന്റെ വല്യച്ഛനും നിന്റെ ചെറിയച്ഛനും ഒക്കെ പറയുന്നുണ്ടല്ലോ ഈ വൈജി എന്തോ വലിയ കാര്യം ചെയ്തു, വൈജിയാണ് തെറ്റുകാരിന്ന്. എടാ, ഞാനാണോടാ തെറ്റുകാരി? ഒരിക്കലും ഞാനല്ല. ഒരു പിഴച്ച പെണ്ണിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചത് പൊറപ്പിച്ച് താമസിക്കുന്ന അങ്ങേരാണോ തെറ്റുകാരി? ഞാനാണോ തെറ്റുകാരി? ദേ, ഞാനതുപോലത്തെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ടതും നമ്മുടെ മനു വൈജയനെ ദഹിപ്പിച്ചൊരു നോട്ടം നോക്കുന്നുണ്ട്. തെറ്റ് ചെയ്യാത്തൊരു മുതലാണല്ലോ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഏകദേശം ഈ സീനൊക്കെ കാണിച്ചിട്ടായിരിക്കാം ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാട്ടോ. അപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കമന്റ് ബോക്സിൽ നിന്നും ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് സമ്മാനം ഉണ്ടായിരിക്കും. ഈ ആഴ്ചയിൽ അവസാനമായിരിക്കും നമ്മൾ ലൈവ് ആയിട്ട് തന്നെ ആയിരിക്കും ആ ഒരാളെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.